ഓക്കെ ടീച്ചേഴ്സ്, നമ്മുടെ ഡേ 2 ബിക്കം എ സ്മാർട്ട് ടീച്ചറിന്റെ ഡേ 2യിലോട്ടാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ഡേ 2 എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇന്ന് ഒരു ടീച്ചിങ് മാനുവലാണ് നമ്മൾ ആദ്യം കാണുന്നത്. ടീച്ചിങ് മാനുവലിന്റെ ഒരു സിമ്പിൾ രൂപമാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ. പിന്നീട് മറ്റ് 7ാമത്തെ ക്ലാസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കും. ഇന്നൊരു എങ്ങനെയാണ് ChatGPT തയ്യാറാക്കി തരുന്ന ടീച്ചിങ് മാനുവൽ എങ്ങനെയാണ് എന്ന് നോക്കുക. ആദ്യമേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ChatGPT ഓപ്പൺ ആക്കി വെക്കണം. ഇപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ ഭയങ്കര എക്സ്പേർട്ടായി, ഒരുപാട് ഇമേജുകളൊക്കെ നിങ്ങൾ ചെയ്തത് ഞാൻ കണ്ടു. അങ്ങനെ നമ്മൾ ട്രൈ ഒക്കെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് കൂടുതൽ എക്സ്പേർട്ട് ആവും. ഓക്കെ, അതിന്റെ പ്രോംപ്റ്റ് ആണ് ഈ ലെസൺ പ്ലാൻ ക്രിയേഷന്റെ താഴെ ഇംഗ്ലീഷിന്റെ താഴെയായിട്ട് പ്രോംപ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ആ പ്രോംപ്റ്റ് എടുത്ത് എന്നോടൊപ്പം ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്നതിന്റെ കൂടെ ചെയ്യുന്നവർക്ക് ചെയ്യാം. ആ പ്രോംപ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ ഒരു PDF കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുകയാണ്. ഡെസ്ക്ടോപ്പ് BST കോഴ്സ് ഡേ 2 ഇംഗ്ലീഷ്. നമ്മൾ ആദ്യം ഇംഗ്ലീഷിന്റെ ഒരെണ്ണം ചെയ്തിട്ട് പിന്നീട് മലയാളം ചെയ്യും. അപ്പൊ ഇതാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്ന ടീച്ചിങ് മാനുവല്. അത് നമ്മുടെ ഗ്രൂപ്പിലും കൂടെ ഒന്ന് ഇടാം. B6 പിക്ക് ആൻഡ് ഡ്രോപ്പ്, തൂക്കി എടുത്തിടുക എന്ന് പറയും. ഒന്നാ ഇല്ല ആ പി- ആ ഉപയോഗിക്കല്ല. അത് ആപ്പാണ്, അതുകൊണ്ടായി. എനിവേ നമുക്ക് ഡോക്യുമെന്റ്സ് എടുത്ത് അതിനകത്ത് നമ്മുടെ ഫോൾഡർ കിടക്കുന്ന ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് 3 ഫസ്റ്റ് യൂണിറ്റ്. ഇൻ ഹാർമണി എന്നാണ് യൂണിറ്റിന്റെ പേര്. അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അതെടുത്ത് വെച്ച് നിങ്ങൾക്ക് എൻ്റെ കൂടെ ചെയ്യാം. ഇനി ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ വാട്സാപ്പിലുള്ള ഒരു ടീച്ചിങ് മാനുവലില് എന്ത് ചെയ്യും, കുറെ നേരം ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പൊ അതിൽ ഷെയർ എന്ന് പറയുന്ന ബട്ടൺ കാണും. ടീച്ചറെ, ഷെയർ എന്ന് പറയുന്ന ബട്ടൺ കാണും. അത് കൊടുക്കുമ്പോൾ എന്തോന്ന് ഷെയർ കൊടുക്കണം? ChatGPT. അപ്പൊ നേരെ ChatGPT വരും. എന്നിട്ട് അതിൽ ഈ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ, ഒരിക്കലും കൂടെ പറയാം, നമ്മളെ വാട്സപ്പിൽ കിടക്കുന്ന ഈ PDF ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പൊ ഷെയർ എന്ന് പറയുന്ന സാധനം കാണാം. ഷെയർ കൊടുക്കുമ്പോൾ ഏതിൽ ഷെയർ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വാട്സപ്പ് പറഞ്ഞു കൊടുക്കും. ഇല്ല, സോറി, ChatGPT പറഞ്ഞു കൊടുക്കണം. അപ്പൊ ChatGPT ഈ PDF ആഡ് ആയി വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ഈ പ്രോംപ്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഷെയർ കൊടുത്തപ്പോഴാണ് ഈ വിൻഡോ വരുന്നത്, ഏതിൽ ഷെയർ ചെയ്യണമെന്നുള്ളത്. അപ്പം സ്ലോ ആണ്, ഈ സൂമും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്ലോഡായി, PDF അപ്ലോഡായി, പ്രോംപ്റ്റും അപ്ലോഡായി. പ്രോംപ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ക്രിയേറ്റ് എ യുണിക് ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചിങ് മാനുവൽ ബേസ്ഡ് ഓൺ ദ അറ്റാച്ച്ഡ് PDF. യൂസ് എ ക്ലിയർ ടീച്ചർ ലൈക്ക് ടോൺ, സിമ്പിൾ സ്ട്രക്ചർ ആൻഡ് ഇൻക്ലൂഡ് എൻഗേജിങ് ആക്ടിവിറ്റീസ്. മേക്ക് ഇറ്റ് പ്രിന്റബിൾ ആൻഡ് വിഷ്വലി ക്ലിയർ. വളരെ കുഞ്ഞൻ പ്രോംപ്റ്റ് ആണ്. നമുക്ക് പ്രോംപ്റ്റ് എത്രത്തോളം ചെറുതായിരിക്കും അത്രത്തോളം കാര്യങ്ങൾ ലളിതമായിരിക്കും. ഓക്കെ, വളരെ കുഞ്ഞൻ പ്രോംപ്റ്റിൽ ഒരു PDF അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടീച്ചിങ് മാനുവലാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് ഈ 3ാം ക്ലാസ്സിന്റെ ഈ ഹാർമണി എന്ന് പറയുന്ന അതില് വളരെ ലളിതമായിട്ടുള്ള ഈ മോഡൽ, കാണിച്ചിരിക്കുന്ന മോഡലിലുള്ള ഒരു ടീച്ചിങ് മാനുവല്. എന്നാൽ ഇതായിരിക്കില്ല, മറ്റൊന്നായി ഇതിലത്ത് തയ്യാറാക്കിയ ആളുടെ പേരൊക്കെ ഉണ്ട്.
നമുക്ക് മറ്റൊന്നായിരിക്കും അതിന്റെ ഒരു റെഫറൻസിൽ മറ്റു നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നോട്ടിന്റെ എടുത്തിട്ട് അതിന്റെ മോഡൽ മറ്റൊരെണ്ണം ഉണ്ടാക്കിയതുപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ മറ്റൊന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യും, ഒരു PDF അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ മറ്റൊരു ടീച്ചിങ് മാനുവൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വർക്ക് തുടങ്ങി, പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ടീച്ചിങ് മാനുവൽ ChatGPT തയ്യാറാക്കി തരും. യെസ്, ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചിങ് മാനുവൽ ആണ് ഹെഡിങ് വന്നേക്കുന്നത്. യൂണിറ്റിന്റെ പേരും സ്റ്റാൻഡേർഡും ഒക്കെ ഉണ്ട്. ബേസ്ഡ് ഓൺ ദ അപ്ലോഡഡ് ടീച്ചിങ് മാനുവൽ. നമുക്ക് ഓവർവ്യൂ ആണ് ആദ്യം തന്നിരിക്കുന്നത്. പിന്നെ യൂണിറ്റ് കോൺസെപ്റ്റ് ഉണ്ട്, ലേണിംഗ് ഔട്ട്കംസ് എല്ലാം തന്നിട്ടുണ്ട്, റിക്വയർഡ് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, ഫ്ലാഷ് കാർഡ്സ്, ഓരോ സാധനങ്ങളും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ടീച്ചിങ് മാനുവലാണെന്ന് തോന്നുന്നു. പീരീഡ് 1 വാം അപ്പ് ഗെയിം കൊടുത്താണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നീട് പിക്ചർ ടോക്ക് ഉണ്ട്, കളറിംഗ് ആക്ടിവിറ്റി ഉണ്ട്, സ്റ്റോറി റീഡിംഗ്, റോക്കി ദ പപ്പി. നമുക്ക് വളരെ എളുപ്പം, വളരെ നിമിഷ നേരം കൊണ്ടാണ് ഒരു ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ ആരുടെയും മുന്നിൽ പോയി എനിക്ക് ടീച്ചിങ് മാനുവൽ തരൂ, അത് തരൂ, ഇത് തരൂ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് തല ഉയർത്തി നിന്ന് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാ. ഓക്കെ. പീരീഡ് 6 ദ ചേസ്, ഡിറ്റക്റ്റീവ് റീഡിംഗ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് ഈ ഇപ്പൊ തന്നതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ താഴത്തെ പ്രോംപ്റ്റിൽ പറഞ്ഞു കൊടുത്താൽ. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 20 തന്നിട്ടുണ്ട്. 20 എണ്ണം തന്നിട്ടുണ്ട്. നമുക്കൊരു എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വേണമെങ്കിൽ ഇപ്പൊ പീരീഡ് 20യിൽ എന്തെങ്കിലും വേണമെങ്കിൽ അത് പറഞ്ഞു. പീരീഡ് 20 യൂണിറ്റ് റിഫ്ലക്ഷൻ ആൻഡ് അസസ്മെന്റിൽ മറ്റെന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണം എങ്കിൽ അതിനകത്ത് ഇവിടെ പറഞ്ഞു കൊടുത്താൽ. ഒരു ഗെയിമും കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ ആ ഗെയിം മറ്റെന്തെങ്കിലും കൂടെ ആഡ് ചെയ്യും. ഇപ്പൊ 2 എണ്ണല്ലേ ഉള്ളൂ, ഡോഗ്, കാറ്റ്, ഹാറ്റ്, ലോഗ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൂടുതൽ ഇടണം എന്ന് പറഞ്ഞ് അങ്ങനെ പീരീഡ് 15 ഓരോന്നുമായിട്ട് പെർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ പ്രോംപ്റ്റിംഗ് ഈസി ആക്കി ടീച്ചിങ് മാനുവൽ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ആവില്ലല്ലോ. ഇത് നമുക്ക് ഇനി കമ്പ്യൂട്ടറിലോട്ടോ അല്ലെങ്കിൽ സമഗ്രിയിലോട്ടൊക്കെ കൊണ്ടുപോകണ്ടേ. കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, എളുപ്പമാണ്. മറ്റൊരു വഴി എന്താ, ഇതിനെ സേവ് ചെയ്യാം. അതിനത്രയും പിക്ക് ചെയ്ത് കൺക്ലൂഷൻ വരെ എടുത്ത് സേവ് ചെയ്യുക, കോപ്പി എടുക്കുക. അതിന്റെ കോപ്പി എടുത്ത് കഴിയും. കോപ്പി എടുത്തിട്ട് പുതിയൊരു ബ്രൗസർ ഓപ്പൺ ആക്കുക. എന്നിട്ട് ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിൾ എടുത്ത് ഗൂഗിൾ ടോക്ക്. ഗൂഗിൾ ഡോക്കിനെ കുറിച്ച് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. ഗൂഗിളിന്റെ ഫ്രീ സർവീസ് ആണ് ഗൂഗിൾ ഡോക്ക്. നമ്മൾ സാധാരണ വേർഡ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഗൂഗിൾ ഡോക്ക് ഉപയോഗിക്കാം. അതിനകത്തുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരും. നമുക്ക് ഈ ടെക്സ്റ്റിനെ ഇതിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യാം, ഇമേജിനെ കൊണ്ടുവരാം, യൂട്യൂബ് ലിങ്കുകളൊക്കെ നമുക്ക് ഇതിനകത്ത് പേസ്റ്റ് ചെയ്തിടാം. ഓക്കെ, ഒരിക്കൽ ഇത് നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ എടുത്ത് റീയൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് നമ്മുടെ പേരുകളൊക്കെ ഇവിടെ വെച്ചാണ് അടിക്കാൻ പറ്റും. സ്റ്റഡിയിൽ നമ്മുടെ പേരുകൾ ചെയ്യാൻ പ്രോംപ്റ്റ് വഴിയെ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെയാണ് അതിനുള്ള സൗകര്യം ഉള്ളത്. ആവശ്യമില്ലാത്തതിനൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യും, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. ഓക്കെ, ഇതാണ് സംഭവം. ഇനി ഇതിനെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ടൈറ്റിൽ കൊടുക്കുക. അൺടൈറ്റിൽഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ സാധനം വരും. അതിൽ ആവശ്യമുള്ള രീതിയിൽ മാറ്റി. ചൈൽഡ് ഫ്രണ്ട്ലി എന്ന് വേണ്ട, അങ്ങനെയാണ് കിടക്കുന്നത്. ടീച്ചിങ് മാനുവൽ. ഇനി ഇതിനെങ്ങനെ നമുക്ക് സേവ് ചെയ്യാം? ഫയൽ എടുത്തിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് ഡോക്യുമെന്റ് വേണമെങ്കിൽ ഡോക്യുമെന്റ് കൊടുക്കാം, PDF വേണമെങ്കിൽ PDF കൊടുക്കാം, ബുണ്ടുവിലൊക്കെ ചെയ്യുന്ന ODT എന്ന് പറയുന്ന ഫോർമാറ്റ് വേണമെങ്കിൽ അത് കൊടുക്കാം. ഈ 3 എണ്ണമാണ് ഉപയോഗിക്കാനുള്ളത്. താഴോട്ടുള്ളതും ആവശ്യം വരാറില്ല. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത് സേവ് ചെയ്ത് നമ്മുടെ ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഉപയോഗിക്കും. സിമ്പിൾ അല്ലേ? വളരെ എളുപ്പമുള്ള പരിപാടി.
അപ്പൊ നമ്മൾ ചാറ്റ് ജി പി ടി ഉപയോഗിച്ചാണ് ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കിയത്. ഇനി അടുത്ത മലയാളത്തിന്റെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ടീച്ചിങ് മാനുവൽ മലയാളം. അതപ്പോ എങ്ങനെ ചെയ്യാം? എന്തെങ്കിലും പറഞ്ഞോ. ഹലോ ടീച്ചർ. അവിടെ വീട്ടിൽ പറഞ്ഞ ആ ആയിക്കോട്ടെ. കോപ്പി എടുക്കുക. മലയാളമാണ് എടുക്കുന്നത്. ചാറ്റ് ജി പി ടി അവിടെ നിർത്തിയിട്ട് ഞാൻ ജെമിനിയാണ് എടുക്കുന്നത്. ഗൂഗിൾ എടുക്കുന്നു, ജെമിനി ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സോറി കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു നമ്മൾ ജെമിനിയാണ് മലയാളത്തിൽ കുറച്ചും കൂടെ ബെറ്റർ. ചാറ്റ് ജി പി ടിയെക്കാളും ബെറ്റർ ജെമിനി മലയാളത്തിൽ. അപ്പോ വന്നു മലയാളത്തിന്റെ. ഈ എന്നോടൊപ്പം ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്നുള്ളതൊന്ന് പറയുകയോ കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. മലയാളം ഞാൻ ഈ ജെമിനിക്കകത്ത് പേസ്റ്റ് ചെയ്യണേ. അറ്റാച്ച് ചെയ്ത PDF അടിസ്ഥാനമാക്കി ലളിതവും കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാക്കുന്നതുമായ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക. അധ്യാപക ശൈലിയിൽ വ്യക്തമായി എഴുതുകയും ക്രമബദ്ധമായ ഘടന പാലിക്കുകയും ചെയ്യുക. കുട്ടികളെ ആകർഷിക്കുന്ന രസകരമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുക. പ്രിന്റ് ചെയ്യാൻ അനുയോജ്യമായതും കാഴ്ചയ്ക്ക് വൃത്തിയുള്ള രൂപത്തിൽ ഒരുക്കുക. ഇത് മറ്റേതിന്റെ ഒരു മലയാളം വെർഷനാണ്. ഇനി ഇതിന്റെ അപ്ലോഡ് ഫയൽ കൊടുത്തിട്ട് ഞാനിത് എടുത്തു വെച്ചിരിക്കുന്ന 2ാം ക്ലാസ്സിന്റെ നന്നായി ഉണ്ണാം എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. മലയാളത്തിന് വേണ്ടിയിട്ട് എടുത്തതാണേ. ഡെസ്ക്ടോപ്പ്. അപ്പോൾ ആ യൂണിറ്റ് അതിനകത്ത് അപ്ലോഡായി. ഇനി നമ്മളതിനെ പ്രോംപ്റ്റിംഗ് ചെയ്യണം. ഇത് നോക്കാം. മലയാളത്തിൽ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നത് എങ്ങനെ ഇരിക്കാം, എങ്ങനെയാണ് കിട്ടുക എന്ന് നോക്കാം. അറ്റാച്ച് ചെയ്ത PDF വിവരങ്ങൾ അടിസ്ഥാനമാക്കി 2ാം ക്ലാസ്സിലെ മലയാളം യൂണിറ്റ് 2 നന്നായി ഉണ്ണാൻ എന്ന പാഠഭാഗം ലളിതമായ ഒരു ടീച്ചിങ് മാനുവലാണ് നമ്മൾ ഈ കാണുന്നത്. അതിനകത്ത് ഈ ആമുഖമുണ്ട്, പാഠ്യപദ്ധതി വിവരങ്ങളുണ്ട്, കൃഷിയും തൊഴിലുമാണ്, പിന്നെ പ്രധാന പഠന ലക്ഷ്യങ്ങൾ, പഠന നേട്ടങ്ങൾ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. പ്രവേശക കളി, ആന, മുയൽ, ജിറാഫ്, വിലയിരുത്തൽ സൂചനകൾ. അപ്പൊ മലയാളത്തിൻ്റെതായി ഇതിനെ നമുക്ക് ജെമിനിയിൽ നമുക്ക് ചെയ്യുമ്പോൾ ഒരു സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. മോറിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ടു ഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതായത് അതുപോലെ ഡോക്കിലോട്ട് എക്സ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഡോക്ക് ഗൂഗിളിന്റെ തന്നെ സ്വന്തം പ്രോഡക്റ്റ് ആണ്. സർ ലേശം ക്ലിയർ കുറവുണ്ട് കേട്ടോ. ഓക്കെ 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 ഇപ്പോഴോ? അപ്പൊ ക്ലിയർ ആയി. ഒച്ച കൂട്ടാം. ഒച്ച കുറഞ്ഞതുകൊണ്ടായിരിക്കാം. എന്താ ചെയ്തേ? മോർ ബട്ടണിൽ ക്ലിക്ക്. ആ പറയണം. ഈ പിന്നെ നമുക്കിപ്പോ ഈ സാർ ഇപ്പൊ മലയാളത്തിൽ ചെയ്തില്ലേ, ആ അത് ജെമിനിയിലേക്ക് കൊടുക്കേണ്ട, നമ്മൾ കൊടുക്കേണ്ടത് പാഠഭാഗമാണോ? അത് ശരിക്കും കണ്ടില്ല. നന്നായി ഉണ്ണാൻ എന്നുള്ള നേരത്തെ പാഠഭാഗം. എന്ന് പറഞ്ഞ അല്ല, പാഠഭാഗമല്ല. ഒരാൾ തയ്യാറാക്കി ആ വെച്ച ടീച്ചിങ് മാനുവലാണ് നമ്മൾ കൊടുത്തത്. പാഠഭാഗം കൊടുത്തില്ല. ആ ഞാൻ ആ ടീച്ചിങ് മാനുവൽ ഒന്ന് ഓപ്പൺ ആക്കി കൂടെ കാണിച്ചു. ആ ഓപ്പൺ ആക്കി കൂടെ ക്ലാസ് കാണിച്ചു റൂമിലുണ്ടോ അത്? കാണിച്ചു എന്ത് ടീച്ചറെ? ക്ലാസ് റൂമിലുണ്ടോ അത്? ക്ലാസ് റൂമിൽ ഞാൻ ഇപ്പൊ ഇട്ടുതരാം. ക്ലാസ് റൂമിലായിരുന്നു നമ്മുടെ വാട്സപ്പിലാണ് ഇട്ടത്. ഞാൻ ആ ഇതിനകത്ത് ഇട്ടുതരാം. വാട്സപ്പിൽ ഇതും കൂടെ ഇട്ടുതരാം. ഒരെണ്ണേ ഇട്ടുള്ളൂ, മലയാളത്തിലുള്ള ഇട്ടില്ലായിരുന്നു. ആ അതും കൂടെ ശരി ഇട്ടുതരാം. ശരി. ആ ഇതില് ഈ കാണുന്ന സാധനത്തിന്റെ മറ്റൊരു വെർഷനാണ് തയ്യാറാക്കി തന്നത്. ഓക്കെ. വാട്സാപ്പ് പിണങ്ങിയോ? വാട്സാപ്പ് അല്ലെങ്കിൽ ക്ലാസ് റൂം ഇട്ടുതരാം. ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഇട്ടുതരാം. ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മൾ താഴെ വന്ന് അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ബ്രൗസ് കൊടുത്ത്
ഒഴിക്കാവൂല, 2 പ്രാവശ്യം കൊടുക്കും. ആ, ഓക്കെ. 370. ഇപ്പൊ ഒരെണ്ണം വന്നിട്ടുണ്ടേ, മറ്റേത് പറയില്ല. എളുപ്പമാണ്, ഗൂഗിൾ ക്ലാസ് റൂമിൽ പോയി എടുക്കാമേ. ഇപ്പൊ ചെയ്യുന്നത് ഇനി റെക്കോർഡഡ് കാണുന്നവർക്കും എടുക്കാം. ആ, ഇപ്പൊ നോക്കാം. പോട്ടെ. യൂണിറ്റ് 3. യെസ്, നമുക്ക് 2 എണ്ണം വന്നിട്ടുണ്ട്. 2 എണ്ണം നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇതിന്റെ താഴെയായിട്ട് കിട്ടുവേ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത് പഠിക്കുന്ന ഫസ്റ്റ് ഫോർമാറ്റ്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്തതിനെല്ലാം നോക്കി നമുക്ക് ആവശ്യമുള്ള രീതിയിലൊക്കെ മാറ്റി ഒന്ന് ചെയ്ത് നോക്കാം. ഓപ്പൺ ഡോക്സ്, ഇതിപ്പോ ഞാൻ മലയാളം നേരത്തെ കൊടുത്തിരുന്നില്ലേ, ഈ താഴത്തെ ഓപ്ഷൻ, ഈ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ടു ഡോക്സ് എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ, അതാണ് ഇപ്പൊ ഇവിടെ ഓപ്പൺ ആയി കൊണ്ടുവരിക്കുന്നത്. ടീച്ചിങ് മാനുവൽ. ഇപ്പോ മലയാളം ഇംഗ്ലീഷ് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അടുത്തത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ അടുത്ത് ചെയ്യുന്നത് മെറ്റ എ എന്ന് പറയുന്ന ഗൂഗിളിന്റെ ഒരു ടൂളാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാട്സപ്പിന്റെ കൂടെയുള്ള മെറ്റ അത് തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിനകത്തുള്ള മെറ്റയ്ക്കകത്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മെറ്റ എ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ബ്രൗസറിൽ മെറ്റ എ ഈ കാണുന്ന പോലെ ഓപ്പൺ ആക്കി ഉപയോഗിക്കുകയോ ചെയ്യാം. മെറ്റ എ എന്ന് പറയുന്നതും ചാറ്റ് GPT എന്ന് പറയുന്നതും ജെമിനി എന്ന് പറയുന്നതും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. വ്യത്യാസം എന്താണ്? മറ്റേ എഐക്കകത്ത് വീഡിയോസ് അൺലിമിറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജെമിനിയിലും ഈ ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ ജെമിനിയിൽ എന്ത് പറ്റും, പ്രോ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ടൂള് എനേബിൾ ആവാൻ പറ്റുള്ളൂ. ഇതുപോലെ കാണണമെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഇത് പ്രോ ആയിരിക്കണം. പ്രോ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ജെമിനിയിലെ വീഡിയോ എനേബിൾ ആവൂ. ഓക്കെ, പ്രോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചില സിമ്മുകൾക്ക് പ്രോ ഓഫർ ചെയ്യുന്നുണ്ട്. ഏഹ്, ഏതാണ് ഉള്ളത്? ജിയോയുടെ സിം ഉപയോഗിക്കുന്നവർക്ക് ജിയോയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് പ്രോ വെർഷൻ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ VI ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അത് ഇതുവരെ ഏതൊരു ടീച്ചറുടെ അടുത്ത് അന്വേഷിച്ചിട്ട് നോക്കി പറയാമെന്ന് പറഞ്ഞു. ഇതുവരെ റിപ്ലൈ വന്നില്ല. വരുന്ന മുറയ്ക്ക് അറിയിക്കാം. അതുപോലെ നോക്കിയാൽ കാണും, ഒരുവിധമുള്ള സിമ്മുകൾക്കൊക്കെ ഓഫർ കാണും. അപ്പോൾ അതാണ് സംഭവം. നമ്മൾ മെറ്റയിലോട്ടാണ് വീണ്ടും വന്നത്. ന്യൂ ചാറ്റിനകത്ത് ഇവിടെ നമുക്ക് പുതിയ ചാറ്റ് എടുക്കാം. ഞാൻ ചെയ്ത പഴയ ചാറ്റുകളൊക്കെയാണ് ഈ സൈഡിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഇത് പ്രോംപ്റ്റ് ഏരിയയാണ്. ക്രിയേറ്റ് ഇമേജ് ആണെങ്കിൽ ക്രിയേറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്യുക. വീഡിയോ വേണമെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടെ പ്രോംപ്റ്റ് പറയാൻ പറ്റും. ഇതാണ് ഇതിന്റെ സംഭവം. ലേൺ ആൻഡ് ഗ്രോ ഉണ്ട്, അനാലൈസ് ഉണ്ട്. നമ്മൾ ലേൺ ആൻഡ് ഗ്രോ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടെയാണ് പ്രോംപ്റ്റ് കൊടുക്കുന്നത്. പ്രോംപ്റ്റ് ഇവിടെ ഉണ്ട്, നമ്മുടെ ക്ലാസ് റൂമിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ എന്താ ചെയ്യാൻ പോണേ? സെയിം സ്റ്റോറി കഴിഞ്ഞ ദിവസം നമ്മൾ ജനറേറ്റ് ചെയ്ത അതായത് റാബിറ്റിന്റെയും ടൈഗറിന്റെയും സ്റ്റോറിയാണ് ഞാൻ എടുക്കുന്നത്. ആ സ്റ്റോറിയെ ഒരിക്കൽ കൂടെ മെറ്റയെ കൊണ്ട് ജനറേറ്റ് ചെയ്യും. പേസ്റ്റ്. ഇന്ന് നമ്മൾ 2 ടാസ്ക് ആണ് ചെയ്തത്. ഒന്ന് ടീച്ചിങ് മാനുവൽ, ഇതിപ്പോ രണ്ടാമത്തെ സ്റ്റോറി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇതിന്റെ നമ്മുടെ ഈ സ്റ്റോറി കിടക്കണം. ഇത്ര ഈ സ്റ്റോറി നമ്മൾ ഇതൊന്നും ചെയ്യാനില്ല. നമുക്ക് അതിന്റെ നരേഷൻ തയ്യാറാക്കിയാണ് വേണ്ട. ക്രിയേറ്റ് എ നരേറ്റർ. അത് ഒരു സ്റ്റെപ്പ് പറയില്ല, നമുക്ക് ആദ്യം നരേഷൻ തയ്യാറാക്കാം. ക്രിയേറ്റ് എ വെരി ഷോർട്ട് ചൈൽഡ് ഫ്രണ്ട്ലി നരേഷൻ ഓഫ് റാബിറ്റ് ആൻഡ് എ ടൈഗർ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി വിത്ത് ഫ്യൂ വേർഡ്സ്. അതൊരു നരേഷൻ ആണ് തയ്യാറാക്കുന്നത്. ക്രിയേറ്റ് കോപ്പി കൊടുത്തിട്ട് ഇതിനകത്ത് ഒന്ന് പേസ്റ്റ് ചെയ്യാം. അപ്പൊ ഒരു നരേഷൻ തയ്യാറാക്കി തരും. ഈ മൊത്തം സ്റ്റോറിയുടെ ഒരു ഒരു കാക്ക പറയുന്ന പോലുള്ള ഒരു നരേഷൻ വേണം.
കാക്കയാണ് നമുക്ക് ഈ കഥയൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നരേഷൻ കിടപ്പം ഇത്രയും ഇത്രയാണ് അത് നാരേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്ത എന്താണ് വേണ്ടത്? ഇത് കഥ പറയേണ്ട കാക്കയെ വേണ്ടേ? അത് ഇവിടെ ക്രിയേറ്റ് എ ഹൈ ക്വാളിറ്റി 3D കാർട്ടൂൺ. അത് ഇവിടെ കിടക്കണം. അത് ഓർഡർ തെറ്റി കിടക്കണം, അതിനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് തരാം. ആദ്യം സ്റ്റോറി വരട്ടെ. രണ്ടാമത് ഈ പ്രോംപ്റ്റ് അത്ര എടുത്ത് കട്ട് ചെയ്തു താഴെ കൊണ്ടുവയ്ക്കാം. ഇത്രയും പ്രോംപ്റ്റിനെ ഞാൻ കട്ട് ചെയ്തിട്ട് താഴെ വയ്ക്കുകയാണേ. അപ്പോ ക്രിയേറ്റ് നരേറ്റർ അതും കൂടെ വരാം. യെസ്. അപ്പൊ ഇത് ഒന്ന്, താഴത്തെ രണ്ട്, ഇത് ഒന്ന്, ഇത് രണ്ടേ. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നരേഷൻ കഴിഞ്ഞിട്ട് കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കാം കാർട്ടൂൺ ക്യാരക്ടർ. ഇതിനെ കോപ്പി ചെയ്ത് എവിടെ കൊണ്ടുവരും? മെറ്റയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ പറഞ്ഞോട് ഒരു അടിപൊളി 3D കാർട്ടൂൺ ഉണ്ടാക്കി തരാനാണ് പറയണേ. കാർട്ടൂൺ കാക്ക, ക്യാരക്ടർ വിത്ത് എക്സ്പ്രസീവ് ഐസ്, സോഫ്റ്റ് ബ്ലാക്ക് ഫെദേഴ്സ് ആൻഡ് ഫ്രണ്ട്ലി സ്മൈലിംഗ് ഫേസ്, സ്റ്റാൻഡിംഗ് ലൈക്ക് സ്റ്റോറി ടെലർ and gesturing while narrating in colorful, polishing animated movie style, perfect for kids educational videos. ഇനി ക്രോ മാറ്റിയിട്ട് മറ്റ് ഏതെങ്കിലും അനിമലിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. അങ്ങനെ പരീക്ഷണം നടത്തി നോക്കാം. എല്ലാവരും ക്രോ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സുഖമില്ല. യെസ്, ഇതാ പിക്സാർ സ്റ്റൈലിലുള്ള 4 കാക്കകളാണ് കിട്ടിയത്. ഈ കാക്കകളിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് സെലക്ട് ചെയ്യാം, എന്നിട്ട് അതിനെ അനിമേറ്റ് ചെയ്യാം. എങ്ങനെ അനിമേറ്റ് ചെയ്യും? അതിൽ ക്ലിക്ക് ചെയ്താൽ താഴെ അനിമേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അനിമേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അനിമേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഈ കാണുന്ന കാക്കയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ വീഡിയോ പോപ്പ് ആയി വരും. ഒരു ബ്ലാക്ക് സ്ക്രീൻ. ആ ബ്ലാക്ക് സ്ക്രീനിൽ ഇങ്ങനെ കറങ്ങുന്നതാണ് കാക്കക്കുട്ടൻ. കാക്കക്കുട്ടന്റെ അനിമേഷൻ വീഡിയോ ആണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അനിമേറ്റ് ചെയ്ത് കഴിയുന്നത് കിട്ടും. ആഡ് എ ഹാറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഒരു എക്സാമ്പിൾ തന്നെ എനിക്ക് ഇതിനകത്ത് വരെ പ്രോംപ്റ്റ് കൊടുക്കാനാണ്. ആഡ് എ ഹാറ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഇങ്ങനെ കസ്റ്റം അനിമേഷൻ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പൊ അതിലൊന്നും ഒരുപാട് പരീക്ഷണം നടത്തി ചെറിയ ഇങ്ങനത്തെ അനിമേഷൻസ് വീഡിയോസ് ഒക്കെ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ അനിമേഷൻ വീഡിയോസിലൂടെ പഠിക്കുക. പാഠപുസ്തകത്തിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് ഇതുപോലെ പ്ലസ് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് കൊണ്ടുവരാം. പിന്നെ ക്ലോസ് ചെയ്തിട്ട് പാഠപുസ്തകത്തിന്റെ ക്യാരക്ടറിനാണെങ്കിൽ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടൊക്കെ കൊണ്ടുപോകില്ലേ, അതുപോലെ ഇത് ഇനി ആഡ് മീഡിയ ആൻഡ് ഫയൽസ് യൂസ് ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കും. ആ, ഇവിടെ ടീച്ചിങ് മാനുവലൊക്കെ വന്നു തുടങ്ങിയല്ല. 2 ടീച്ചിങ് മാനുവലോ, വെരി ഗുഡ്. ഇതിൽ ഡൗൺലോഡ് ഇവിടെ വെച്ച് ഈ പിക്ചർ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അത് അതിന്റെ ഇവിടെ വെച്ച് ഈ താഴോട്ട് ആര കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യും. ഇത് ഷെയർ ആണെന്ന് തോന്നുന്നു. ആ, ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കാം. നമുക്ക് ആ ഡൗൺലോഡ് ആയി വന്നത് എങ്ങനെയുണ്ട്. ഈ ഓരോന്നോരോന്നൊക്കെ കണ്ടോ, ഇങ്ങനെ നല്ല രസമുള്ള അനിമേഷൻ വീഡിയോസ് ക്രിയേറ്റ് ആയി. എങ്ങനെ ക്രിയേറ്റ് ചെയ്തത്? ഞാൻ ആ ഇമേജിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ബ്ലാക്ക് സ്ക്രീൻ വന്നു. പിന്നെ ഒരു ഹാറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാറ്റ് ആയോ നോക്കട്ടെ. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ആ ഹാറ്റിലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹാറ്റ് ആയ ഹാറ്റ് ഒന്നും വന്നില്ല. ഇവിടെ അനിമേഷൻ പ്രോംപ്റ്റിന്റെ ഓപ്ഷൻ കൊടുത്ത് ഒന്ന് ചെയ്ത് നോക്കാം. ആഡ് മ്യൂസിക്കിന്റെ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് മ്യൂസിക്, അതിനകത്ത് ഓപ്പറേറ്റിംഗ് മ്യൂസിക് ഇട്ട് കൊടുത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മ്യൂസിക് കൊടുക്കും.
അത് ചെയ്തു വരും. സ്റ്റൈൽ ഡിസൈൻ ചെയ്യാനൊക്കെ അതൊക്കെ ചെയ്ത് നല്ല രസത്തിലൊക്കെ എടുക്കുക. ഒരു പ്രോംപ്റ്റിംഗ് സ്റ്റൈല്. പിന്നെ റീസ്റ്റൈൽ ഈ കാണുന്ന സ്റ്റൈലുകളിൽ എന്തെങ്കിലും കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് തന്നെ ഈ ചിക്കൻ സ്റ്റൈൽ ഉടനൊക്കെ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ വരും, ചിലരില്ല. ഓക്കെ, അത് ചെയ്ത് നോക്കി പരീക്ഷിച്ചോളൂ. അതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഈ ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ വന്നിട്ട് ഇവിടെയും ക്ലിക്ക് ചെയ്യും. ഈ ഡൗൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ഇത് ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ കാര്യങ്ങൾ. റെക്കോർഡിംഗ്. ഹലോ 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 ഹലോ. കേക്കാവോ? ഹലോ, കേക്കാവോ? ഹലോ ടീച്ചേഴ്സ്, 19 പേരുണ്ട്. കേൾക്കാമോ? ഒരാൾ കൺഫേം ചെയ്യാമോ ആരെങ്കിലും? ഇപ്പൊ കേക്കാം. ആ ആ. ഇതുവരെ കേൾക്കത്തില്ല. ഓ, എനിക്ക് കട്ടായി, കാരണം ഹാങ് ആയിപ്പോയി. നമ്മൾ ഈ ഒരുപാട് വർക്ക് ഇതിനകത്ത് കൊടുത്തപ്പോഴേ മെറ്റയില് ഒരുപാട് ലോഡ് കയറിയപ്പം മൊത്തത്തിൽ ഹെവി ആയി പോയതായി. എനിവേ, ഇനി അതിന് കൂടുതൽ പരീക്ഷണം നടത്തല്ല. അതിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കുകയാണേ. നമുക്ക് ഒരു ഇമേജും സേവ് ചെയ്ത് വെക്കാം, ഒരു വീഡിയോയും സേവ് ചെയ്യാം. അതോടുകൂടി നമ്മുടെ ഈ മെറ്റയിലെ സർവീസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒത്തിരി ബ്രൗസറൊക്കെ ഓപ്പൺ ആക്കി വെക്കുമ്പോഴും കമ്പ്യൂട്ടർ ഹാങ് ആവും. ഓക്കെ, അപ്പോ നമ്മൾ എന്താ ചെയ്ത, ആദ്യം മെറ്റ ഓപ്പൺ ആക്കി അതിനകത്ത് സ്റ്റോറി തയ്യാറാക്കി, ആ സ്റ്റോറിയുടെ ഒരു നരേഷൻ തയ്യാറാക്കി. മറ്റേ ക്ലോസ് ചെയ്ത് കോപ്പി പേസ്റ്റ് മറ്റേ ഓപ്പൺ ആക്കി വെക്കാം. നരേഷൻ പിടിക്കണമല്ലോ. ഏറ്റവും ലേറ്റസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ കാണാൻ പറ്റും. ഇതുപോലെ ഇതിനകത്ത് നരേഷൻ കിടപ്പുണ്ട്. നമുക്കിത് ആവശ്യമുണ്ട്. ഇനി അടുത്ത് നമുക്ക് സംസാരിപ്പിക്കണമല്ലോ കാക്കെ. അപ്പോൾ നമ്മൾ രണ്ട് ടൂളുകളാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്. ഒന്ന് ഗൂഗിൾ ഫ്ലോ എന്ന് പറഞ്ഞൊരു ടൂളും. അതാദ്യം ഒന്ന് സേവ് ചെയ്യാം, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിൾ ഫ്ലോ എന്ന് അടിച്ചു കൊടുക്കുകയാണെ. അത് ഒരു 150 നമുക്ക് ഡെയിലി കിട്ടുക. 150 ക്രെഡിറ്റ് കിട്ടുക. ക്രെഡിറ്റ് എന്നാണ് അവർ അതിനകത്ത് പറയുന്നത്.
നമ്മുടെ റേഷൻ എന്നൊക്കെ പറയണ പോലെ. ഇപ്പോൾ ഇതൊരു 800 AI നമ്മൾ സാധാരണ ഗതിയിൽ ഈ 150 ക്രെഡിറ്റ് ഒക്കെയാണ് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ജിമെയിലിൽ കിട്ടുക. നമുക്കൊരു 3 ഇമേജ് ഒക്കെ ഒരു ഇമെയിൽ വെച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാം, 3 വീഡിയോ ഒക്കെ. അപ്പൊ ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന ഈ കാണുന്ന സാധനമാണ്. നമ്മുടെ അനിമേഷൻസ് ഒക്കെ ഇതിനകത്താണ് ചെയ്യുന്നത്. ഈ ഓലാപ്പിന്റെ അനിമേഷൻസ് ഒക്കെ ഇതൊക്കെ ഇതിൽ ചെയ്തെടുത്ത അനിമേഷനാണ്. 2ാം ക്ലാസ്സിന്റെ റോബോ എന്ന് പറയുന്ന യൂണിറ്റിന്റെ ഒക്കെ ഇതിൽ ഗൂഗിൾ ഫ്ലോയിൽ തയ്യാറാക്കിയ ആ വർക്ക് ഫയൽ തന്നെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഈ ഫ്ലോയിൽ ചെറിയ ചെറിയ ക്ലിപ്പുകൾ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നേരത്തെ ബെറ്റയിൽ തയ്യാറാക്കി തന്നതുപോലെ ഈ ഇതിനകത്ത് ഫ്ലോയിൽ തയ്യാറാക്കി തരാം. കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പൊ ഞാൻ ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ അതിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഈ വിൻഡോ വന്നത്. ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു പുതിയ പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, നല്ല ക്വാളിറ്റിയിൽ ഇമേജ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇമേജ് എടുത്ത് സൈസ് കൊടുക്കുക. 4:3, 1:1, 3:4, 9:16, അങ്ങനെ പല സൈസുകളുണ്ട്. ഈ 16:9 എന്ന് പറയുമ്പോൾ നമുക്ക് വൈഡ് ആയിട്ടുള്ള ഉപയോഗിക്കുന്ന നമ്മുടെ സ്ക്രീനിൽ ലാപ്ടോപ്പിലൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടി ഏറ്റവും നല്ല സൈസ് ഇതാണ്. 9:16 മൊബൈലിൽ ഉപയോഗിക്കാം, ഷോർട്സ് ഒക്കെ ഉപയോഗിക്കാം. ഷോർട്സ് ഒക്കെ ചെയ്ത് ഇടുന്നതിനൊക്കെ ഈ ഹലോ 9. യെസ് ടീച്ചർ, പറയൂ. സാറിന്റെ സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. ഓ, താങ്ക് യു. ഞാനത് തിരിച്ചു വന്നപ്പം വിട്ടുപോയി. താങ്ക് യു ടീച്ചർ. റെക്കോർഡിംഗ് വർക്കിംഗ് ആണോ എന്ന് നോക്കിക്കോട്ടെ. റെക്കോർഡിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ. റെക്കോർഡിംഗ് ആക്കിയാണ്. യെസ്. അപ്പോ നമ്മള് ഒരിക്കൽ കൂടെ പറയാം, നമ്മൾ എങ്ങനെയാണ് ഈ ഗൂഗിൾ ഫ്ലോ എടുത്തതെന്ന് പറയട്ടെ. ഗൂഗിൾ അടിച്ചിട്ട് ഗൂഗിൾ ഫ്ലോ. അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആരും ഒന്നും പറയാത്തത്. ഗൂഗിൾ ഫ്ലോ ഇപ്പൊ ഈ കാണുന്നതാണ് ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന സൈറ്റ്. ഇതിനകത്ത് ഈ കാണുന്നതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വർക്കുകളൊക്കെയാണ്. പല പാഠഭാഗങ്ങളുടെയൊക്കെ വർക്കുകളാണ് ഈ കാണുന്നത്. അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാം. നാനോ ബനാനോ പ്രോ VO3 ഇതൊക്കെ ഗൂഗിളിന്റെ ഓരോ വെർഷൻസ് ആണ്. ഇതിലൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് വീഡിയോ ഉണ്ടാക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ പ്രോജക്റ്റ് നമുക്ക് ഓപ്പൺ ആക്കാം. ഇപ്പൊ ഈ ഓപ്പൺ ആയി വരുന്നതാണ് പുതിയ പ്രോജക്റ്റ്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ 2 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തെ, ഇമേജ്. നാനോ ബനാന 2 ഉപയോഗിച്ച് ഇമേജ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഇവിടെ ഒന്നും ചെയ്യേണ്ട, ഈ കാണുന്ന ഇമേജ് തയ്യാറാക്കാനാണ്. ഇവിടെ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഇപ്പോൾ ഒരു പ്രോംപ്റ്റ് ഉണ്ടല്ലോ, മറ്റേ ക്രോയുടെ. അതിനെ ഞാൻ ഇങ്ങനെ എടുക്കാം. ക്രിയേറ്റ് എ ഹൈ ക്വാളിറ്റി 3D കാർട്ടൂൺ ക്രോ. ആ പ്രോംപ്റ്റിനെ ഞാൻ എടുത്ത് ഇതിനകത്തിട്ട് ഒന്ന് പഠിച്ചു നോക്കട്ടെ. ക്രിയേറ്റ് എ ഹൈ ക്വാളിറ്റി 3D കാർട്ടൂൺ ക്രോ എന്ന് പറഞ്ഞ് കൊടുത്തില്ല. ആ പ്രോംപ്റ്റിനെ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ജനറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അതനുസരിച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. ഇപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ 800 AI ക്രെഡിറ്റ്സ് ആണ് കാണിക്കുന്നത്. ഒരു സാധാരണ ഇമെയിൽ ID യിൽ 150 തരുന്നത്. 150 ഇമേജ് നമുക്ക് എത്ര വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം. പക്ഷെ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ 40-45 ഒക്കെ ആവും. ഇപ്പൊ കണ്ടോ, ആ ഒരു ഫോട്ടോ, ക്രോയുടെ ഫോട്ടോ ഇപ്പൊ വരും. കാക്കി വരും. കാക്ക ഇപ്പൊ വരും. വരട്ടെ. നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഉള്ള ഇമേജിനെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ട് അതുപോലെയൊക്കെ ഉള്ള ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ വരുന്നത്. അപ്പൊ അതിന് ആ ഫോട്ടോയെ നമുക്ക് അനിമേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അവിടെ നടക്കൂല എന്ന് പറഞ്ഞു കേട്ടോ. ഫെയിൽ, സംതിങ് വെന്റ് റോങ്. നമുക്ക് ഈ ഇതിനകത്ത് എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഇമെയിൽ ID മാറ്റിയിട്ട് മറ്റൊരു ഇമെയിലിൽ നിന്ന് ശ്രമിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഗൂഗിൾ എടുത്ത് google.com മറ്റൊരു ഇമെയിൽ ID എന്നാണ് ഞാൻ ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ഗൂഗിൾ ഫ്ലോ
ഒരു ഇമെയിൽ ഐ ഡിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുന്നെങ്കിൽ ഉടനെ ജമ്പ് ചെയ്ത് മറ്റേതിലോട്ട് പോയിക്കോണം. മറ്റൊരു ജിമെയിൽ എടുത്ത് അതിനകത്ത് ഗൂഗിൾ ഫ്ലോ എടുത്ത് അതിനകത്ത് ഗൂഗിൾ ഫ്ലോ എടുത്തപ്പോൾ ഈ ബ്ലാക്ക് സ്ക്രീൻ വന്നു. ഇതിനകത്ത് ക്രിയേറ്റ് വിത്ത് ഫ്ലോ എന്ന് പറഞ്ഞ ആണ് ആദ്യം വന്നത്. അത് ക്ലിക്ക് ചെയ്യുക. ഈ ജിമെയിൽ ചോദിക്കുന്നുണ്ട്, ജിമെയിൽ കൊടുക്കുക. ജിമെയിലിൽ ലോഗിനായി. ഇനി ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്ര ഞാൻ ആ പ്രോംപ്റ്റ് ഒരിക്കൽ കൂടെ ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അതിനകത്ത് ആ ഇത് വരും. ഇപ്പോൾ 2 ഇമേജ് ആണ് എനിക്ക്. ഒരു വെടിക്ക് 2 പക്ഷി. ഓക്കെ, അതവിടെ നടന്നോട്ടെ. നമുക്ക് ഈ നാനോ ബനാന ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് കാണുമെന്ന് പറയാം. ഇമേജ് ജനറേറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് ഈ കാണിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു 16:9, 9:16 ഇങ്ങനെയാണ് എടുക്കുക. കണ്ടോ? ഇനി 1x ഉണ്ട്. അത് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ, അത് തീരെ മോശമല്ലാത്ത ഇമേജ് ആണ് 1x. 2x കുറച്ചും കൂടെ വലുത്, 3x3 എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലുത്, x4 കുറച്ചും കൂടെ വലുത്. അപ്പൊ ഓരോന്നിനും ക്രെഡിറ്റുകൾ ഇവിടെ വരും. ഓ ഓ ഇതാണ് ഒരു രക്ഷയില്ലാത്ത, മറ്റേതിനേക്കാളും ഹൈ ക്വാളിറ്റി ഇമേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടല്ലോ, x4 തോന്നുന്നു ജനറേറ്റ് ആയി. x4 ഇട്ട് ഒരിക്കൽ കൂടെ ഒന്ന് ചെയ്തു നോക്കണേ. അപ്പൊ അത് അവിടെ സൈഡിൽ കൂടെ നടന്നോട്ടെ. നമുക്ക് ഇനി മറ്റു കാര്യങ്ങൾ പറയാം. ഇമേജ് എന്ന് പറയുന്ന സാധനം, നാനോ ബനാന, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. സൈസ് ആണ് ഈ തീരുമാനിക്കുന്നത്. 9:16 എന്ന് പറയുമ്പോൾ ആ ഒരു തംബ്നെയിൽ പിക്ചർ തന്നിട്ടുണ്ടല്ലോ. നമ്മുടെ മൊബൈലിലൊക്കെ പറ്റുന്ന രീതിയിലുള്ളതാണ്. മൊബൈൽ സ്ക്രീൻ ഫുൾ കവർ ചെയ്യത്തക്ക രീതിയിൽ. ഈ 16:9 എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ്, യൂട്യൂബ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. പ്രൊജക്ടറിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ സൈസ് ഉപയോഗിക്കും. പിന്നെ 4:3 ആയിട്ടുള്ള ടാബോ അങ്ങനെയൊക്കെ അതിനൊക്കെ ചെയ്യുന്ന വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി കിട്ടുക. എല്ലാം കാണുന്നത് എല്ലാത്തിലും കാണും. കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിൽ കിട്ടാൻ സാധനമാണ് ഈ പറഞ്ഞത്. ഓക്കെ 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 ഇപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ നാനോ ബനാന പ്രോ ഉണ്ട്, 2 ഉണ്ട്. ഫ്രീ വെർഷൻ ആണെങ്കിൽ 2 മാത്രമേ കാണുള്ളൂ. ഞാൻ 2 ഇട്ടാണ് ചെയ്തത്. വീഡിയോ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വീഡിയോ എന്തിനാണ്? വീഡിയോ ജനറേറ്റ് ചെയ്യാനാണ്. ഫ്രെയിംസ് ആണ്. ഞാൻ 16 കിടപ്പുണ്ട്. ഇതിനകത്ത് 1x എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ട് വേണം വീഡിയോ ചെയ്യാൻ. ഇപ്പൊ 20 ക്രെഡിറ്റ് ആകുമോ? x4 ആണെങ്കിൽ 80 ക്രെഡിറ്റ് ആവും. നമ്മുടെ ക്രെഡിറ്റ് പെട്ടെന്ന് തീർന്നു പോകും. ഇപ്പോൾ 1x ഇട്ടിട്ട് നമുക്ക് വേണ്ട 1x ഇടുക. എന്നിട്ട് വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബോക്സ് അങ്ങ് പോകും. ഇപ്പൊ വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ നമ്മൾ എന്ത് പ്രോംപ്റ്റ് കൊടുത്താലും വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള റെഡിയിലാണ് ഈ നമ്മുടെ ഫ്ലോ നിൽക്കുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിപ്പോ ഇങ്ങനെ ആയിരിക്കും ക്ലിക്ക് ചെയ്യാം. ഉണ്ടാവും ഇതിൽ ഏത് കുറവ് വേണം നമുക്ക് സെലക്ട് ചെയ്തു ഇത് കൊടുക്കാം. ഇതാകുമ്പോൾ കഥ പറയാനുള്ള സെറ്റപ്പില്ല. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഒരു കാര്യം, ഇമേജ് സെലക്ട് ചെയ്തല്ലോ, സെലക്ട് ചെയ്തു. ഇനി പ്രോംപ്റ്റ് കൊടുക്കണ്ടേ? കൊടുക്കാം. പ്രോംപ്റ്റ് എവിടെയുണ്ട്? നമ്മുടെ ഇവിടെ കിടപ്പുണ്ട്. നരേറ്റ് ചെയ്ത് താ എന്ന് പറഞ്ഞു വെച്ചിട്ടില്ലേ, ഇത് ഇവിടെ കിടപ്പും. ഇതിൽ മുഴുവൻ കൊടുക്കാൻ പറ്റില്ല. 5 സെക്കൻഡേ ഉള്ളൂ. 5 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇത്രയും വരുമോ? അതിനെ കോപ്പി എടുത്തിട്ട് എന്തെങ്കിലും ചെറിയ ഒരു സാധനം കൊടുത്ത്, ഒന്നും കൊടുക്കാതെ ഡബിൾ കോട്ട്സ് കൊടുത്താലും വരും. ഞാനൊരു സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെ. സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് ഡബിൾ കോട്ട്സ് കൊടുത്ത് അതിൻ്റെ അകത്ത് ഈ പ്രോംപ്റ്റ് അത്രയും പേസ്റ്റ് കൊടുത്ത് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്ത് ഒന്ന് ഈ ബട്ടൺ പ്രസ് ചെയ്യണം. എനിക്കിത് വീഡിയോ ആയിട്ട് കിട്ടണം. വീഡിയോയ്ക്ക് ഈ സിമ്പലാണ്, മറ്റതിന് ഒരു 2 കുന്നിന്റെ സിമ്പലാണ്. ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വീഡിയോ ആണ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കാം വീഡിയോ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ. ക്യൂവിലാണോ? താങ്കൾ ക്യൂവിലാണ്. വീണ്ടും ജനറേറ്റ് ചെയ്യാണ്. ഇങ്ങനെ നമുക്ക് രസകരമായ അനിമേഷൻസ് ഒക്കെ ചെയ്യാം. ഈ ഇപ്പൊ കുറെ ടീച്ചേഴ്സ് സ്കൂൾ അഡ്മിഷന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഇത് വെച്ച് ചെയ്യുന്നുണ്ട് ഗൂഗിൾ ഫ്ലോയിൽ. അപ്പൊ അതെങ്ങനെ ചെയ്യും? ഇമേജ് എടുത്തിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്ത് ആ ഫോട്ടോ നമ്മളെ കയ്യിലുള്ള ഫോട്ടോസിനെ എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കൂടെ ഒരു പറഞ്ഞേ, ക്രിയേറ്റ് മീ എ സ്കൂൾ
girl is standing in front of school. കുട്ടികളെ ജനറേറ്റ് ചെയ്യാൻ പാടാണ്, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുകയാണേ. അത് കൊടുത്തിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് ശ്രദ്ധിക്കാം. വീഡിയോ ഇതാണേ. ഇവിടെ നമ്മുടെ മറ്റേ ഇപ്പൊ ഞാൻ കൊടുത്ത സാധനമാണ് പോണേ. ഇത് വീഡിയോ. വീഡിയോ ഒന്ന് കേൾക്കുന്നുണ്ടോ നോക്കട്ടെ. വീഡിയോ. വാവ്, അടിപൊളി. ഇങ്ങനെയാണ് നമ്മൾ ആനിമേഷൻ ചെയ്തത്. ഓരോ വരി 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 വരിയായിട്ടേ നമുക്ക് ഇപ്പൊ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 5 സെക്കൻഡ് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. എത്ര സെക്കൻഡ് ഉണ്ട്? 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ്, 6 സെക്കൻഡ്, 7 സെക്കൻഡ് ഉള്ള വീഡിയോ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ സൈസ് 720 ഡൗൺലോഡായി നമ്മുടെ ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ വരും. ഓക്കെ, ഇപ്പൊ ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് അനുസരിച്ച് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കാണിക്കാം. സ്കൂൾ ഗേൾ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് സ്കൂൾ എന്ന് പറയാണ്. ആ പ്രോംപ്റ്റ് ഒക്കെ മാറ്റിയിട്ട് ഇന്ത്യൻ ഗേൾ, കേരള ഗേൾ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. എങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടും. ഇനി മലയാളത്തിലൊക്കെ മംഗ്ലീഷ് കീബോർഡിൽ അടിച്ചിട്ടെ മലയാളത്തിലുള്ള വേർഡ്സ് ഒക്കെ എടുത്ത് ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് മലയാളത്തിൽ സംസാരിക്കും. നമുക്കൊരു സാമ്പിൾ നോക്കാം. മംഗ്ലീഷ് കീബോർഡ് എടുത്ത് എൻ്റെ സ്കൂൾ മനോഹരമാണ്. എൻ്റെ സ്കൂൾ മനോഹരമാണ് എന്ന് പറഞ്ഞ് കൊടുക്കണേ. ഫ്ലോ എടുത്തിട്ട് അതിനകത്ത് ഇവിടെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഞാൻ ബനാന മാറ്റിയിട്ട് വീഡിയോ ആക്കി സ്റ്റാർട്ട് എടുത്ത് ഈ പെൺകുട്ടി എടുത്ത് കൊടുത്തിട്ട് ഡബിൾ കോഡ്സ് കൊടുത്ത് അതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്ത് സ്പീക്കർ കൂടെ കൊടുക്കാം. വെറുതെ ഒരു ക്രെഡിറ്റ് പാഴാക്കണം, ചിലപ്പോൾ വന്നില്ലെങ്കിലാ. അപ്പൊ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. ഇതുപോലത്തെ ഇതിന്റെ ഇടയിൽ ഞാൻ വേറെ കുത്തി കയറ്റിയതാണേ. ഇത് അധികം ശ്രദ്ധിക്കേണ്ട. ഇത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഓരോ സ്റ്റോറി എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. വീഡിയോ ബാക്കിയുള്ള വരി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് ആഡ് ചെയ്യും. ബാക്കിയുള്ള വരി എവിടെ കിടക്കുകയാണ്? ഇവിടെ കിടപ്പുണ്ട്. ലിസൺ ആപ്പ് 7 സെക്കൻഡിനുള്ള അനിമേഷൻ. ഇത്രയാണ് ഞാൻ ചെയ്തു വെച്ചത്. രണ്ടാമത്തെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും സ്റ്റാർട്ട് കൊടുത്ത് നമ്മുടെ ക്രോ, ഈ ബുക്ക് പിടിച്ചിരിക്കുന്ന ക്രോ ആണേ, സ്പീക്ക്. ഡബിൾ കോഡ്സ് കൊടുത്ത് അതിനകത്ത് പേസ്റ്റ്. ഓരോ ഇതും വാല്യൂബിൾ ആണ്. നമ്മളത് വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കും. അപ്പോൾ അത് ഇപ്പൊ ഒരെണ്ണം ഫെയിലായേ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെതായിരിക്കും ഫെയിലായത്. ക്രോയുടെ തുടങ്ങി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒത്തിരി വർക്കുകൾ ചെയ്ത് 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 നോക്കണം. അതൊക്കെ ആർക്കെങ്കിലും കിട്ടിയോ? ഒന്ന് ഇട്ടോ, ഗ്രൂപ്പിൽ ഇടുവോ? കിട്ടുന്നവരൊക്കെ ഒന്ന് ഇട്ട് നോക്കണേ. ഇങ്ങനെ കുറെ ചെറിയ ചെറിയ ക്ലിപ്പുകളാക്കി നമ്മൾ അതിനെ ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളുണ്ട്. നമ്മൾ കാവിക്കട്ട് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഉപയോഗിക്കുക. അടുത്ത ദിവസം നമ്മൾ കാവിക്കട്ട് പരിചയപ്പെടും. ഫോണിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്തൊക്കെ പരീക്ഷിക്കുന്നത് നല്ലതാണ്. കാവിക്കട്ട്. ആ കാവിക്കട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ അനിമേഷൻസ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് ഇടും. അപ്പൊ ഇന്നത്തെ ടാസ്ക് ഇത്രയാണ്. നമുക്കൊന്ന് ഒരിക്കൽ കൂടെ ഒന്ന് പറയേണ്ടതായിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്ത കാര്യങ്ങളൊക്കെ. ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് എവിടെ കൊണ്ടുപോകും, ഗൂഗിൾ ഫ്ലോയിലിട്ട് അനിമേറ്റ് ചെയ്ത് അനിമേറ്റ് ചെയ്ത് അനിമേറ്റ് ചെയ്ത് അനിമേറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കും. ഇനി ചിലർക്ക് ഗൂഗിൾ ഫ്ലോ വർക്ക് ചെയ്യത്തില്ല.
അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ടൂളും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. പിക്സ്വേഴ്സ്. ഞാൻ അതും കൂടെ ഇതിനകത്ത് ടൈപ്പ് ചെയ്തിടാം നമ്മുടെ ഗ്രൂപ്പിനകത്ത്. ഗൂഗിൾ ഫ്ലോ ഓർ പിക്സ്വേഴ്സ് എ ഐ. പിക്സ്വേഴ്സ് എ ഐ എന്ന് പറയുന്ന പിക്സ്വേഴ്സ് എ ഐ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അതും കൂടെ ഒന്ന് പരിചയപ്പെട്ടു പോവാം. പിക്സ്വേഴ്സ് ഇതിൽ തീർന്നു പോയി. വേറെ ഒന്ന് എടുക്കാം. ഗൂഗിൾ പിക്സ്വേഴ്സ്. പിക്സ്വേഴ്സ് പിക്സ്വേഴ്സ് എ ഐ എന്ന് പറയുന്ന ടൂളുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അത് ഇങ്ങനെ കിട്ടും. അത് കുറച്ച് ക്രെഡിറ്റ് കിട്ടുന്നതാണ്. എന്റെ ക്രെഡിറ്റ് എത്രയാന്ന് നോക്കിക്കോട്ടെ. 30 ക്രെഡിറ്റ്. അതായത് ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റും. ഡെയിലി ഒരു 30 വെച്ച് ഞാൻ തന്നുകൊണ്ടിരിക്കും. ഇതിനകത്ത് എന്താ ചെയ്യേണ്ട? സ്പീച്ച് എന്ന് പറഞ്ഞെടുക്കുക. ഇത് കാണുന്നുണ്ടല്ലോ, സ്പീച്ച്. ഈ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ടൂൾ എടുക്കുക. ഈ വീഡിയോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കാക്കയുടെ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ലേ? ഏതിൽ ചെയ്തത്? മെറ്റയിൽ ചെയ്തത്. ആ ഡൗൺലോഡ്സിൽ കാണും ഏറ്റവും അവസാനം. ഇത് നല്ലത്. മറ്റേ ഇത് എ ഐയിൽ ചെയ്തത്. ഇതല്ലാത്ത MP4 ഫയൽ. ഇതാണ് നമ്മൾ മെറ്റയിൽ ചെയ്ത വർക്കേ. ആ വീഡിയോ ഞാൻ ഇതിനകത്ത് പറഞ്ഞു കൊടുത്തു. ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൺഫേം എന്ന് പറയണം ഈ ബട്ടണിൽ കൊടുക്കണം. ഇല്ലാതെ കിട്ടത്തില്ല. വെളിയിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കും. ഇതിന്റെ അനിമേഷനാണ്. ഇത് ലിപ്സിംഗ് കൂടെ ചേർത്തുള്ള പരിപാടിയാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. ഏതിൽ ഫ്ലോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു തന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഗൂഗിൾ ഫ്ലോ വർക്ക് ചെയ്യാതെ വന്നാൽ പിക്സ്വേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ഇത് ഉപയോഗിക്കാം. നമുക്ക് ആദ്യം ഉപയോഗിക്കുമ്പോൾ അതിൽ ഏകദേശം ഒരു 90 എന്തോ കിട്ടും. 90 ക്രെഡിറ്റ്. ഇവിടെ ക്രെഡിറ്റ് നോക്കി വേണം ചെയ്യാൻ. എനിക്ക് ഒരെണ്ണം കഷ്ടിച്ച് ഒരെണ്ണം ചെയ്യാനുള്ള അതേ ഉള്ളൂ. അപ്പോൾ അതെടുത്ത് നമ്മൾ ബാക്കിയുള്ള വരി ഉണ്ടല്ലോ, ഈ ലിസൺ, ഇത്രയും എടുത്തൊന്ന് കോപ്പി എടുത്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യണം. ദേ ഇവിടെ പേസ്റ്റ്. അപ്പൊ 45 എന്ന് പറഞ്ഞ് കാണിക്കും. 45 ഉണ്ടോ? നമുക്കില്ല. അപ്പൊ വീണ്ടും കുറെ ക്ലയന്റ് ചെയ്യും. വീണ്ടും പോയില്ല. ഇനി 30. റാബിറ്റ് വരെ. റൂമി ദ റാബിറ്റ്. ഇത്രയും ചെയ്യുമ്പോൾ ഈ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാക്ക സംസാരിക്കും. ഇതിന്റെ താഴെ ഇവിടെ ഒരു ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടേ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മെയിലിന്റെ ഫീമെയിലിന്റെ കുട്ടികളുടെ ശബ്ദം ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു സാമ്പിൾ കാണിച്ചത്. ഇത് ആഡ്രിയൻ. അപ്പൊ നമുക്ക് ഒലിവറിന്റെ ശബ്ദത്തിൽ നമുക്ക് ഈ കാക്കയെ സംസാരിക്കാം. ക്രിയേറ്റ് കൊടുക്കുന്നു. അതിവിടെ വർക്ക് തുടങ്ങും. ഒന്നിൽ നിർത്തരുത്. ഒരുപാട് വർക്കുകൾ ഇതുപോലത്തൊക്കെ ചെയ്ത് നോക്കും. ഇത് വെച്ച് ചെയ്തതാണ് ഇത്. ഈ കാക്കയെ സംസാരിക്കേ. നീ സംസാരിക്കൂ. സംസാരിക്കില്ല. സംസാരിച്ചോണ്ടിരുന്നാണല്ലോ. അയ്യ പോയ. നമ്മളെ ക്രിയേഷൻ മാറിപ്പോയാൽ ക്രിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊക്കെ ഇവിടെ കാണിക്കും. കഴിഞ്ഞ ഓക്കെ. അപ്പം സംസാരിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ചെയ്ത് നോക്കുക. 2 ടൂളുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്നിന് പകരം രണ്ടെണ്ണം നമ്മുടെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഗൂഗിൾ ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. ഗൂഗിൾ ഫ്ലോ എടുക്കാം, അല്ലെങ്കിൽ പിക്സ്വേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ടോ? ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് നടക്കുന്നുണ്ടോ? ഹലോ.
ഹലോ ടീച്ചേഴ്സ്, ജ്യോതി സാറേ ടീച്ചർ. വളരെ സ്ലോ യെസ്. ആയിട്ടാണ് പോണത്. സ്ക്രീനോ വളരെ സ്ലോ ആയോ? ആ അതായത് ടീച്ചർ ചെയ്യുമ്പോ സ്ലോ ആവണമെന്നാണോ, ഞാൻ പറയുന്നത് സ്ലോ ആവണമെന്നാണോ, എന്താണ് സംഭവം? ചെയ്യുമ്പോ സ്ലോ ആയിട്ടാണ് ചെയ്യണത്. ഓ അങ്ങനെ. ആയിക്കോട്ടെ, പതുക്കെ ചെയ്താൽ മതി. നമുക്ക് ഒരു തിരക്കൂട്ടെ ചെയ്താൽ മതി. ആ പതുക്കെ ചെയ്താൽ മതി. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കും നിങ്ങളുടെ വർക്കുകളൊക്കെ ഗ്രൂപ്പിൽ വരുന്നത്. ഓ, ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടീച്ചിങ് മാനുവൽ, രണ്ട് ടീച്ചിങ് മാനുവൽ കിട്ടി. അപ്പൊ എങ്ങനെ നമുക്ക് ഫൈനൽ ചെയ്യാം? വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാം. ആരും ഇല്ല, എല്ലാരും ജോലിയായിരിക്കും. ടീച്ചേഴ്സ്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ കേട്ടപ്പോഴാണ് ഈ സമാധാനം. ശരി ടീച്ചർ, എല്ലാവരും നമുക്കപ്പോ ചെയ്യുന്ന അടുത്തത് തരത്തിലാണ്. ചെയ്യുന്നതിന്റെ തിരക്കിലാണ്. ചെയ്യൂ ചെയ്യൂ, ടേക്ക് യുവർ ടൈം. നമ്മൾ ഇനി അടുത്ത് എന്നാണ് കാണുന്നത്? വ്യാഴം, ശനി. ശനിയാഴ്ച വൈകിട്ട് ആ 5:30 ഇതുപോലെ നമുക്ക് കാണാം. നമുക്ക് ഡേ 3 ആണ്. ഓക്കെ. ഓക്കെ, അപ്പൊ ഇത് ചെയ്തിട്ട് സംശയങ്ങളൊക്കെ ഗ്രൂപ്പിലോ പേഴ്സണൽ ആയിട്ടൊക്കെ ചോദിക്കും. നമുക്ക് ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ടീച്ചിങ് മാനുവൽ മാക്സിമം നമുക്ക് ചെയ്ത് നോക്കുക. പല നിങ്ങളുടെ സബ്ജക്റ്റുകളൊക്കെ എടുത്തു വെച്ച് ചെയ്യണം. അതിനകത്ത് ഒരു സാമ്പിൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ. ഇനി ഇല്ല എങ്കിൽ ഞാൻ മറ്റൊരു വഴി പറഞ്ഞുതരാം. നമ്മുടെ എല്ലാ ഇതിനകത്ത് നമ്മുടെ ഗ്രൂപ്പുകളുണ്ടല്ലോ, ഓലാപ്പിന്റെ ഗ്രൂപ്പുകളുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് സ്ക്രീൻ ഷെയർ ആണല്ലോ. ഓക്കെ, അതിന്റെ ഈ നമ്മുടെ ഏതോ പറയണമെന്നേ, ആർച്ചീവ് കാണുന്നില്ലല്ലോ. സെർച്ച് കൊടുക്കും. ഓ, സ്റ്റാൻഡേർഡ് 1. ഇപ്പൊ 1ാം ക്ലാസ് എന്ന് വെച്ചു. ഇപ്പൊ 1ാം ക്ലാസ് നമ്മൾ എടുത്താൽ ആ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇത് കാണാം. എല്ലാ ക്ലാസ്സുകളുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു എന്ത് കാണും? ഒരു ടെലഗ്രാം ചാനൽ കാണും. ഈ ടെലഗ്രാമിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ആ ടെലഗ്രാം ചാനൽ ഓപ്പൺ ആവും. ഈ ഓപ്പൺ ആകുന്ന ടെലഗ്രാമില് കഴിഞ്ഞ വർഷത്തിലോട്ട് പോകണം. 2025 ജൂണിലോട്ട് പോയി കഴിഞ്ഞാൽ അതാത് ക്ലാസ്സുകളിലെ ടീച്ചിങ് മാനുവൽ കിട്ടും. അതിനെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരല്പം ബാക്കിലോട്ട് പോയാൽ എന്താ ചെയ്യണ്ടേ? ടെലഗ്രാം ഓപ്പൺ ചെയ്യാം. ആ എല്ലാ ഓലാപ്പിന്റെ എല്ലാ ക്ലാസ്സുകളിലും ടെലഗ്രാം 1ാം ക്ലാസ്സിന്റെ ടെലഗ്രാം ഗ്രൂപ്പ് അതിനകത്ത് കാണും. ഇതിപ്പോ ഞാൻ എടുത്തു വെച്ചാൽ 3ാം ക്ലാസ്സിന്റെ ആണെന്ന് വെച്ചു. നിങ്ങളിപ്പോ 3ൽ ജോയിൻ ചെയ്തു എന്ന് വെച്ചു. 3ൽ ഇങ്ങനെ ബാക്കിലോട്ട് പോകണം. ബാക്കിലോട്ട് ഇപ്പൊ മാർച്ച് ബാക്കിലോട്ട് പോകും തോറും കഴിഞ്ഞ 2025 ജൂണിലോട്ട് പോകണം. ഞാൻ ഇടയ്ക്കൊന്ന് ഫ്രീ ആകുമ്പോൾ അതിനെടുത്ത് ഇങ്ങോട്ട് ഇടാം. ജൂൺ മാസത്തെ അത്രയും. അപ്പൊ ഇങ്ങനെ പിറകിലോട്ട് 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 പോകും. ഒക്ടോബർ ആയതേ ഉള്ളൂ. ആ, പോട്ടെ 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 പോട്ടെ. ഓടിക്കോ. ജൂൺ മാസം പോയി കഴിഞ്ഞാൽ ജൂൺ മാസം അപ്ലോഡ് ചെയ്ത സാധനങ്ങളൊക്കെ അതിനകത്ത് കാണും. അപ്പൊ അതൊന്ന് എടുക്കാം. ഇപ്പൊ മലയാളം കനകച്ചിലങ്ക അത് അടക്കം ചെയ്യാം. ദിനാചരണം കാണാം. മാത്സിന്റെ ടീച്ചിങ് മാനുവൽ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ടീച്ചിങ് മാനുവൽ അവിടെ പോയി എടുത്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അത് എല്ലാ ക്ലാസ്സിന്റെയും ഉണ്ട്. 3 ഉണ്ട്, 4 ഉണ്ട്, 5 കുറവാണ്. 5ന്റെ ടീച്ചിങ് മാനുവൽ ഗ്രൂപ്പുകളിൽ വരാറില്ല, അതാണ് പ്രശ്നം. 4 വരെയുള്ളത് ഓക്കെയാണ്. ഞങ്ങള് 2ാം ക്ലാസ് ആട്ടോ. എടുത്തോളൂ, രണ്ടെടുത്തോളൂ. ഈ പറഞ്ഞ 2ൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പഴയ ടീച്ചിങ് മാനുവലൊക്കെ ഇങ്ങനെ എടുക്കാം. അപ്പൊ അത് ഇച്ചിരി പിറകിൽ പോകണമെന്ന്. 2025 ജൂണിലോട്ട് പോയി കഴിഞ്ഞാൽ
നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സിനെ എടുക്കാൻ സൗകര്യത്തിന്. ഇച്ചിരി പുറകിലോട്ട് പോയാൽ മതി, നമുക്ക് എടുക്കാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഉള്ളവർക്ക് കയ്യിൽ അല്ലാതെ ടീച്ചിങ് മാനുവൽ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം, ഇല്ലാത്തവർക്ക് ഇങ്ങനെ എടുക്കാം. എല്ലാ 4 വരെ ഈ സൗകര്യമുണ്ട്. 5 ഒന്നും കാണും. എന്തുകൊണ്ടെന്ന് അറിഞ്ഞൂടാ, 5, 6, 7, 8 തമ്മിലൊന്നും ആരും ഷെയർ ചെയ്യാറില്ല. ഉണ്ട്, ഭയങ്കരമായിട്ടൊന്നും പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ വരാം. എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ് മുതലുള്ള ടീച്ചേഴ്സിന് സ്വയമായിട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നണം. അങ്ങനെ ചോദിക്കാറുമില്ല, വരാറുമില്ല. 4 വരെയുള്ളതൊക്കെയാണ് ഭയങ്കര ഡിമാൻഡുള്ളത്. ഓക്കെ ടീച്ചേഴ്സ്, നടക്കട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വർക്ക് ചെയ്യുക. എല്ലാ ദിവസവും നമ്മുടെ ഒരു ശീലമാക്കി വെക്കുക. കുറച്ചധികം കാര്യങ്ങൾ AI ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വർക്കുകൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ശീലമാക്കി വെക്കുക.